ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ആദ്യത്തെ പ്രധാന ഭാഗമാണ് ബ്രഹ്മഖണ്ഡം. ഇതിൽ പ്രധാനമായും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പരമാത്മസ്വരൂപം, വിവിധ ദേവീദേവന്മാരുടെ ആവിർഭാവം എന്നിവയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 30 അധ്യായങ്ങളാണ് ഈ ഖണ്ഡത്തിലുള്ളത്. ബ്രഹ്മഖണ്ഡത്തിലെ പ്രധാന വിഷയങ്ങൾ ഇനി പറയുന്നവയാണ്. 1. ശ്രീകൃഷ്ണൻ, പ്രപഞ്ചത്തിൻ്റെ ആദി കാരണം. മറ്റ് പല പുരാണങ്ങളും ബ്രഹ്മാവിനെയോ വിഷ്ണുവിനെയോ സൃഷ്ടികർത്താവായി കാണുമ്പോൾ ബ്രഹ്മവൈവർത്ത പുരാണം ശ്രീകൃഷ്ണനെയാണ് എല്ലാറ്റിനും മുൻപേയുള്ള പരമാത്മാവായി അവതരിപ്പിക്കുന്നത്. സൃഷ്ടിക്ക് മുൻപ് ഭഗവാൻ പ്രകാശരൂപനായി ജ്യോതിസ്വരൂപനായി ഗോലോകത്ത് വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. 2. സൃഷ്ടിപ്രക്രിയ, ക്രിയേഷൻ. ഭഗവാൻ തൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രപഞ്ചശക്തികളെ സൃഷ്ടിക്കുന്നതാണ് ഇതിലെ പ്രധാന ഭാഗം. ഇടതുഭാഗം, ഭഗവാന്റെ ഇടതുഭാഗത്ത് നിന്ന് രാധ പ്രകടമായി. വലതുഭാഗം, മഹാവിഷ്ണു പ്രകടമായി. നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു. നെറ്റിയിൽ നിന്ന് പുരികങ്ങൾക്കിടയിൽ ശിവൻ, രുദ്രൻ പ്രത്യക്ഷപ്പെട്ടു. ഇത്തരത്തിൽ ധർമ്മം, സരസ്വതി, ലക്ഷ്മി, സാവിത്രി തുടങ്ങിയ ദേവീദേവന്മാരുടെ ഉൽപ്പത്തിയും ഇതിൽ വിവരിക്കുന്നു. 3. ഗോലോക വർണ്ണന. വൈകുണ്ഠത്തിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന നിത്യവും ആനന്ദദായകവുമായ ഗോലോകത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ വർണ്ണന ബ്രഹ്മഖണ്ഡത്തിലുണ്ട്. വിരജ നദി, വൃന്ദാവനം, കൽപ്പവൃക്ഷങ്ങൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. 4. നാരദനും ബ്രഹ്മാവും തമ്മിലുള്ള സംവാദം. ബ്രഹ്മഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ബ്രഹ്മാവും പുത്രനായ നാരദനും തമ്മിലുള്ള സംഭാഷണമാണ്. സംസാരസാഗരത്തിൽ നിന്ന് മുക്തി നേടാനുള്ള വഴികളെക്കുറിച്ചും ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ബ്രഹ്മാവ് നാരദന് ഉപദേശം കൊടുക്കുന്നു. നാരദൻ പിന്നീട് ഈ വിദ്യ വ്യാസമുനിക്ക് പകർന്നു നൽകുന്നു. 5. പ്രധാന അധ്യായങ്ങൾ ചുരുക്കത്തിൽ. അധ്യായം 1 മുതൽ 3 വരെ മംഗളാചരണവും ഗോലോകത്തിലെ കൃഷ്ണൻ്റെ ആവിർഭാവവും. അധ്യായം 4 മുതൽ 6 വരെ വൈകുണ്ഠം, ശിവലോകം തുടങ്ങിയവയുടെ സൃഷ്ടി. അധ്യായം 20 മുതൽ 30 വരെ നാരദൻ്റെ ജനനം, നാരദൻ ബ്രഹ്മാവിൽ നിന്ന് ജ്ഞാനം നേടുന്നത്, നാരദൻ്റെ ശപിക്കപ്പെട്ട ജീവിതം തുടങ്ങിയ കഥകൾ.